സ്വർണ്ണക്കൊള്ള കേസിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി എം പിയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിവരം തേടുക. അടൂർ പ്രകാശിന്റെ മൊഴി SIT വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം പാളികളിൽ നിന്ന് നഷ്ടമായെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് VSSC SITക്ക് കൈമാറി. UDF കൺവീനർ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റോ ആന്റണി എം പിയും SITയുടെ ചോദ്യമുന്നയിലേക്ക്. ആന്റോ ആന്റണി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആന്റോ ആന്റണിയിൽ നിന്ന് വിവരം തേടുന്നത്. നോട്ടീസ് നൽകി ഉടൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അടൂർ പ്രകാശിനെ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചോദ്യം ചെയ്യലിനെ കുറിച്ച് മാധ്യമങ്ങൾ പല കഥകളും മെനയുകയാണെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. പക്ഷേ അത്തരം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്ന അവസരത്തിലും പുറത്ത് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് ആ വാർത്തകൾ കൊടുക്കാൻ വേണ്ടി LDF ഗവൺമെൻറ് ചില ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി ഉരുക്കിയെടുത്തതിലൂടെ 989 ഗ്രാം സ്വർണം ലഭിച്ചെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. എന്നാൽ പാളികളിൽ നിന്ന് പ്രതികൾ പറയുന്ന 989 ഗ്രാമിലധികം സ്വർണം കവർന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് VSSCയുടെ അന്തിമ റിപ്പോർട്ട്. VSSCയുടെ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.